സൂത്രൻ ചേട്ടൻ സ്ഥലത്തുണ്ടോ? ഒരു കോഡ് അടിച്ചു തരാനാ. സൂത്ര, എന്തോ കെട്ടഴിച്ചു കൊടുക്കാൻ പറയുന്നു. അയ്യോ, കെട്ടല്ല. ഞങ്ങളുടെ അപ്പൂപ്പൻ കോഡ് ഭാഷയിൽ എഴുതി വെച്ചത് ഒന്ന് നോക്കി പറഞ്ഞു തരാമോ എന്നാ ചോദിച്ചത്. 16 വാൽക്കി 22 വാൽവ 12 വാൽ ഈ 2 വാൽമേ. എന്താടാ ഇത്? മനസ്സിലായി, ഇതേതോ വിചിത്ര ജീവിയെ പറ്റിയ. അതെങ്ങനെ മനസ്സിലായി? 16 വാലും 22 വാലും ഒക്കെയുള്ള ജീവികളുടെ കാര്യമല്ലേ? അതൊന്നുമല്ല. ഇതാരാ തന്നത്? ഞങ്ങളുടെ അച്ഛനാ, മര്യാദ പഠിപ്പിക്കാനാ. ഞാൻ കപ്പക്കഷ്ണം തട്ടിപ്പറിച്ച് ഓടി എന്ന് കേട്ടപ്പോ തന്നതാ. ഒരു ഉപദേശവും തന്നു. അപ്പൂപ്പനെ കണ്ടു വേണം പഠിക്കാനെന്നും പറഞ്ഞു. പക്ഷെ അത് പറ്റില്ലല്ലോ. അതെന്താ പറ്റാത്തത്? ഞങ്ങള് ജനിച്ചപ്പോഴേക്കും അപ്പൂപ്പൻ ചത്തു. പിന്നെ എങ്ങനെ കണ്ടുപഠിക്കും? ഞാൻ എന്റെ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല. അധ്വാനിച്ചാണ് തിന്നേണ്ടത്, തട്ടിപ്പറിച്ചല്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഈ കോഡും തന്നു. പക്ഷെ അച്ഛന് ഈ കോഡ് മനസ്സിലായിട്ടില്ല. എങ്കിൽ പിടികിട്ടി. അധ്വാനിച്ചാൽ 16 വാല് കിട്ടും എന്നാണോ? അല്ല, ഇത് നിങ്ങളുടെ മാളത്തിൽ നിന്ന് തീറ്റ കിട്ടുന്ന സ്ഥലം വരെയുള്ള വഴിയുടെ കോഡാ. നീളം അളക്കാൻ എലികൾക്ക് പണ്ട് എലിവാൽ എന്നൊരളവുണ്ടായിരുന്നു. ഏകദേശം കുറുക്കന്റെ മൂക്കിന്റെ നീളം വരും ഒരു എലിവാൽ. 16 വാൽഗി എന്ന് പറഞ്ഞാൽ 16 വാലിന്റെ ദൂരം കിഴക്കോട്ട്, പിന്നെ 22 വാൽ വലത്തോട്ട്, വീണ്ടും 12 വാൽ ഇടത്തോട്ട്, അവസാനം 2 വാൽ മേ, അതായത് 2 വാൽ മേലോട്ട്. മാളത്തിൽ നിന്ന് അത്രയും ദൂരം തുരന്നു പോയാൽ തീറ്റ കിട്ടും എന്നാ. അപ്പൂപ്പന്റെ ഒരു ബുദ്ധി. എന്റെ അപ്പൂപ്പൻ ഇത്രയും കഷ്ടപ്പാടില്ല. അപ്പൂപ്പൻ ബുദ്ധിപൂർവ്വം ഫുഡ് സ്റ്റോക്ക് ചെയ്തു വെച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടാ, താങ്ക് യു. ഞങ്ങൾ കോഡ് നോക്കി തുറന്നു നോക്കട്ടെ. തല കുറെ വർക്ക് ചെയ്തതല്ലേ, ഇനി ഒന്ന് ഉറങ്ങാം. എന്താ ഒരനക്കം? നിങ്ങൾ ഇതുവഴി കോഡ് നോക്കി തുറന്നെത്തിയത് ഇവിടെയാ? ഓ, മനസ്സിലായി. ചേട്ടന്റെ അപ്പൂപ്പൻ ബുദ്ധിപൂർവ്വം ശേഖരിച്ച ഫുഡ് അടിച്ചു മാറ്റാനാ പണ്ട് ഞങ്ങളുടെ അപ്പൂപ്പൻ വഴി കണ്ടുപിടിച്ച് കോഡാക്കി വെച്ചത്.